ഈ കേസ് തന്നെ മൊത്തത്തിലൊരു മിത്താണ്. വീണ തൈക്കണ്ടിക്കെതിരായിട്ട് ED മുന്നോട്ട് വരുമ്പോൾ CPM അത്രമാത്രം വെപ്രാളപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുവെങ്കിൽ കുടിച്ചോട്ടെ, അതിൽ പാർട്ടി എന്തിന് ഏറ്റെടുക്കണം? വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ റിയാസും വീണയും എല്ലാം കഴിയുന്ന ഒരു കേസ് തന്നെയാണിത്. നമസ്കാരം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും അധികം ഈ കേസുമായി ഉയർന്നു കേൾക്കുന്ന പേര് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെയും വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ളതായി പറയുന്ന ചില സ്ഥാപനങ്ങളുടേതുമാണ്. എന്തു തന്നെയായാലും ഈ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ CPIMന്റെ നേതാക്കളുടെ എല്ലാ മുഖത്തുള്ള ഒരു ഭാവമാറ്റം സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വന്നതും അതിന് മാധ്യമങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ലാതായി പോയതും ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ്. എന്തു തന്നെയായാലും തൈക്കണ്ടി ഫാമിലി മുഴുവനായി പെടാൻ വേണ്ടി പോവുകയാണോ എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ റഷീദ് പാനൂരാണ്. ഈ കേസ് തന്നെ മൊത്തത്തിലൊരു മിത്താണ്. സാധാരണ നമ്മൾ ഈ കഥകളിലൂടെ ദൈവങ്ങളെയും അദൃശ്യരായ മനുഷ്യരെയും അദൃശ്യമായ സംഭവങ്ങൾ ട്രോജൻ വാറൊക്കെ മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിനൊരു മിത്തിന്റെ ഒരു അംശമുണ്ട്. കാരണം ഈ ലേക്കർ കമ്പനി സ്വപ്നത്തിലുള്ളതാണോ യാഥാർത്ഥ്യത്തിലുള്ളതാണോ, ഇത് രജിസ്റ്റേർഡ് ആണോ, അതിന് വ്യക്തമായ ഡോക്യുമെന്റുകളൊന്നും ഇല്ല. പണം ഇങ്ങനെ തുലാവർഷത്തിൽ മഴവെള്ളം ഒഴുകി പോകുന്ന പോലെ പല ഭാഗത്തേക്കും അൺഓതറൈസ്ഡ് ആയിട്ട് ഒഴുകി പോവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ, ആരാണ് ഇതിൻ്റെ ശരിക്കുള്ള ഐക്കൺ? ആരാണ് ഇതിന് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്? ആരാണ്? അതേക്കുറിച്ചും ചിത്രങ്ങളൊന്നും വ്യക്തമല്ല. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം, വീണ തൈക്കണ്ടി പാർട്ടിയിൽ മെമ്പറാണോ? അല്ല. വീണ തൈക്കണ്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വീണ തൈക്കണ്ടിക്കെതിരായിട്ട് ED മുന്നോട്ട് വരുമ്പോൾ CPM അത്രമാത്രം വെപ്രാളപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരു പാർട്ടിക്കാരിയല്ല, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായിട്ട് വന്നപ്പോൾ പാർട്ടി പറഞ്ഞത് എന്താ? അയാൾ ഒറ്റക്ക് നേരിട്ടോട്ടെ. കോടിയേരിയും പറഞ്ഞു അവൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിച്ചോട്ടെ. ഇതിപ്പോ EDക്കെതിരായിട്ട് നെഞ്ചു വിരിച്ച് CPMമാര് അതിനെ നേരിടുകയും അവര് ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്നതിന്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി അന്വേഷണം പിണറായിയിലേക്ക് പോകുമെങ്കിൽ എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെ നേരിടും എന്ന് പറയുന്നത് ഇതിന്റെ യുക്തിയും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അന്വേഷണം പല ഘട്ടങ്ങളായിട്ട് അന്വേഷണം. ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള ലീഡേഴ്സിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. അന്വേഷണം നടന്നല്ലോ. അപ്പൊ അന്വേഷണം വരുമ്പോൾ കേരളം മുഴുവനുമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല. CPI ഇവരുടെ കൂടെ ഇല്ല. ഇന്ന് ഇടതുപക്ഷത്തുള്ള പലരും ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് പിണറായി വിജയനെ കരുതിക്കൂട്ടി ഇതിൽ വിക്ടിമൈസ് ചെയ്യുകയാണ്. EDക്ക് ഞങ്ങളോട് എന്തോ വിരോധമുണ്ട്. ഇനി ED ഇന്ത്യയിൽ ഏറ്റെടുത്ത കേസുകളിൽ 98% പരാജയമായിരുന്നു. അതല്ലല്ലോ ഇവിടെ ചോദ്യം. ED എത്ര കേസ് സക്സസ്ഫുൾ ആയി വിജയിപ്പിച്ചു എന്നോ, ED എത്ര കേസിൽ കൃത്യമായിട്ട് വിക്ടിംസിനെ കണ്ടെത്തി, ഇതല്ല ചോദ്യം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുവെങ്കിൽ കുടിച്ചോട്ടെ, അതിൽ പാർട്ടി എന്തിന് ഏറ്റെടുക്കണം? പാർട്ടിയുടെ മുഴുവൻ മെഷീനറിയും എന്തിനു വേണ്ടി വീണ തൈക്കണ്ടിക്ക് വേണ്ടി മുന്നോട്ടിറങ്ങേണ്ട കാര്യം എന്തുണ്ട്? പാർട്ടി തന്നെ ആദ്യം സഖാക്കളിൽ പെട്ടുപോയതാണ്. രണ്ടാമത് പിന്നെ അവർ പറഞ്ഞു ഈ കേസിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, കാരണം EDയോട് കളിച്ചാൽ കളി തന്നെയാണ്. അപ്പോ ഏത് ഭാഗത്ത് നിന്ന് ഈ കേസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ദുരൂഹത ഏറെ ബാക്കി നിൽക്കുന്നു. റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അയാൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കൊടുത്ത്, അതിൽ ഈ കമ്പനി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇയാളെ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെ തരത്തിലുള്ളതാണ്. അപ്പൊ തീർത്തും ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒളവണ്ണയിലുള്ള ഈ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നത് ആരാ? പലപ്പോഴും റിയാസാണ് കൊടുക്കുന്നത്, റിയാസിന്റെ സുഹൃത്തുക്കളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇഴകീറി പരിശോധിക്കേണ്ട ഒരു കേസാണിത്. കേസ് എൻ്റെ അഭിപ്രായത്തിൽ
വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ റിയാസും വീണയും എല്ലാം കഴിയുന്ന ഒരു കേസ് തന്നെയാണിത്. പക്ഷെ അന്വേഷണം പോണം. സ്വപ്ന സുരേഷിന്റെ കേസ് പോലെ പാതി വഴിയിൽ ആ കേസ് നിന്നുപോയി. ഇന്നും കോടതിയുടെ ചവറ്റുകുട്ടയിലാണോ ഉള്ളത്, അതിന് വീണ്ടും പൊങ്ങി വരുമോ, ഇതൊന്നും ആർക്കും അറിയില്ല. കാരണം നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്ന ഈ ഈത്തപ്പഴത്തിന്റെ കുരു അടക്കം വന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് ഏതാണ്ട് ഇടി മുഴക്കം ഉണ്ടായി പെട്ടെന്ന് ഇല്ലാതായി പോയി. അങ്ങനെ ഈ കേസും ഒരു തുമ്പുമില്ലാതെ പോവുമോ, ഒന്നും പറയാൻ കഴിയില്ല. കാരണം കേസിന്റെ വഴിക്ക് പോയിക്കോട്ടെ. പാർട്ടിക്കാര് ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 8% ഡിഫറൻസിന് തോറ്റ കാര്യത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളുടെ പിറകെ പോയി ഇവർ സമയം കളയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് കേരളക്കാർ ചോദിക്കുന്നൊരു ചോദ്യം.